ചൂട് കാലത്ത് നിങ്ങൾ ഒരുപാട് കോഴികൾ നിങ്ങൾ ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചിട്ട് കുറേ കോഴികൾ ചത്തുപോയി, 100 ചിലത് 500 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അതുപോലെ ഞങ്ങൾ കോഴി കൃഷി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും വർഷം നമ്മൾ കോഴി കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ചത്തിട്ടില്ല. അപ്പോൾ ഈ വർഷം കുറേ കോഴികൾ ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഈ ചത്തുപോകാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് തന്നെയാണ്. ഈ ചൂട് കാലത്ത് ഈ കോഴിക്കേട് വന്നു കഴിഞ്ഞാൽ കുറേ കോഴികൾ ആദ്യമൊക്കെ ചത്തുപോകാൻ നമ്മൾ ഈ പ്രതിരോധ ശേഷി കുറഞ്ഞ കോഴികളുണ്ട്. ഈ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, അതല്ല മറ്റുള്ള കോഴികളൊക്കെ ഉണ്ട്, ഒരുപാട് കോഴികൾ. ആ കോഴികളൊക്കെ തന്നെ കൂടുതലും ചത്തിട്ടുണ്ടാകും. പിന്നെ നാടൻ കോഴികളൊക്കെ കുറച്ചൊക്കെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല. അപ്പോൾ അവരൊക്കെ കുറച്ചൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും, നാടൻ കോഴികൾ വളർത്തുന്നവരൊക്കെ. അല്ലാണ്ട് മറ്റുള്ള കോഴികളൊക്കെ അതിൻ്റെ പ്രതിരോധശേഷി പറഞ്ഞ കോഴികളൊക്കെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക, അങ്ങനത്തെ കോഴിക്കേട് വരാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതിന് കൂടും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കുക. അതുപോലെ തന്നെ കീടനാശിനിയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക. കുമ്മായോ അങ്ങനെ ഇതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ ചൂട് വരാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതുപോലെ തന്നെ കുടിക്കാനായിട്ട് നല്ല വെള്ളം വെച്ച് കൊടുക്കുക. കോഴികൾ ഫ്രീ ആയിട്ട് വിടുക, കൂട്ടമായിട്ട് നിർത്താണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോഴികൾക്ക് ഇങ്ങനെ അസുഖങ്ങളൊന്നും വരാണ്ട് ഒരു പരിധി